Hello friends, welcome back to my channel. വീഡിയോയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ടാലിയിൽ എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ലെഡ്ജറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് പലരും ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് തരണം, എത്ര എമൗണ്ടാണ് തരാനുള്ളത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് വ്യൂ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടിനകത്ത് വരുന്നൊരു സംഭവമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു എൻട്രി പാസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചറിൽ പോയിട്ട് ഞാനൊരു സെയിൽസ് എൻട്രി പാസ് ചെയ്യാം. ഇപ്പോൾ F8 സെയിൽസ്. അപ്പോൾ സെയിൽസ് ഇൻവോയ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരു ഡേറ്റ് 9th ജൂലൈ തന്നെ കിടന്നോട്ടെ. ഇവിടെ റെഫറൻസ് നമ്പർ ബിൽ ബാർ 02 എന്ന് പറയുന്നൊരു ബിൽ നമ്പർ കൊടുത്തു. പാർട്ടി ഞാനിവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഒരു പാർട്ടീനെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ പാർട്ടി 1 ഒരു കസ്റ്റമറാണെന്ന് വിചാരിച്ചോളൂ. കസ്റ്റമർ ആകുമ്പോൾ സൺട്രി ഡെറ്റേഴ്സ് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കണം, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ SC കൊടുക്കണം. SC കൊടുത്തിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഒരു B2C ബില്ലാണ്, GST രജിസ്ട്രേഷൻ ഒന്നുമില്ല. സാധാരണ ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യുവാണ്. പക്ഷേ ഇയാൾക്ക് നമ്മൾ ക്രെഡിറ്റിനാണ് വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമർക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പാർട്ടി അക്കൗണ്ട് നെയിം കസ്റ്റമർ എന്ന് ഞാൻ കൊടുത്തു. ഒരു എക്സാമ്പിളാണ്. നെയിം ഓഫ് ഐറ്റം TV ഒരു 2 ഒരു എമൗണ്ട് അടിച്ചു കൊടുത്തു. ഇവിടെ സെയിൽസ് എന്ന് കൊടുത്തു. സെയിൽസ് കൊടുത്തിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ സെയിൽസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിത് ആസ് വൗച്ചറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എൻട്രി മോഡിലായിരിക്കും വരുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും എൻട്രി മോഡിൽ വരും. ഇവിടെ TV 25,000 എന്നിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വരാനുള്ള കാരണം ഇവിടെ സെയിൽസ് ലെഡ്ജർ ചെയ്യുമ്പോൾ ഇൻവെൻട്രി വാല്യൂസ് ആർ അഫക്റ്റഡ് SC കിടക്കുന്നതുകൊണ്ടാണ്. അത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഐറ്റം അഫക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് കൊടുക്കുക. ഞാൻ ഈ എൻട്രി സേവ് ചെയ്തു. ഇപ്പോൾ ടാക്സ് ഒന്നും തൽക്കാലം കൊടുക്കുന്നില്ല. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോൾ സെയിൽ ചെയ്താലും പർച്ചേസ് ചെയ്താലും പുതുതായിട്ടൊരു സെയിൽ എൻട്രി പർച്ചേസ് എൻട്രി നടത്തുകയാണെങ്കിൽ ന്യൂ റെഫറൻസ് കൊടുക്കുക. ബിൽ ബാർ 02 നെയിം കൊടുക്കുക. ഇപ്പോൾ ക്രെഡിറ്റ് പീരീഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുക. ചില പാർട്ടികൾക്ക് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 10 ഡേയ്സിനുള്ളിൽ ഈ പാർട്ടി നമുക്ക് പൈസ തരേണ്ടതാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ക്രെഡിറ്റ് പീരീഡ് കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ട, ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് കാണുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്തിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എടുത്തിട്ട് ലെഡ്ജർ എടുത്തിട്ട് നമ്മുടെ പാർട്ടിയുടെ പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു പാർട്ടിയുടെ Y എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ Y ആണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഞാനിവിടെ കസ്റ്റമർ എന്ന് പറയുന്ന പാർട്ടിക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്ന പാർട്ടിക്ക് സെയിൽ ചെയ്തു. ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. റെഫറൻസ് നമ്പർ വന്നു, പെൻഡിങ് എമൗണ്ട് വന്നു, അതിൻ്റെ ഓവർ ഡ്യൂ ബൈ ഡേയ്സ് 3 days ആയി. അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ പീരീഡ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ വരും. ഇപ്പം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് കൊടുക്കാത്തത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡ്യൂ ഓൺ 9th ജൂലൈ തന്നെ കിടക്കുവാണ്. പിന്നെ ഇവിടെ വരുന്ന പീരീഡ് 1st April to 12th ജൂലൈ എന്നാണ് ഈ കിടക്കുന്നത്. അപ്പം 9 കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞു എന്നുള്ള മീനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 3ാമത്തെ ഡേ, ഓവർ ഡ്യൂ ബൈ ഡേയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പം 9th ജൂലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഓവർ ഡ്യൂ ബൈ ഡേയ്സ് 0 ആവും, ഒന്നുമില്ല. ഇപ്പോൾ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്ന അനുസരിച്ചും ഇത് ചേഞ്ച് ആവും. ഇവിടെ പീരീഡ് ചേഞ്ച് ആവുന്ന അനുസരിച്ചും ഇവിടെ ഈ ഒരു ഓവർ ഡ്യൂ ബൈ ഡേയ്സ് ചേഞ്ച് ആവും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രീതിയിലും നമുക്ക് മാറ്റങ്ങൾ ഇതിനകത്ത് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒരു ഇൻവോയ്സിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ബില്ലിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ 50,000 rupees കസ്റ്റമർ നമുക്ക്
കുറച്ച് ക്യാഷ് തരിക എന്ന് വിചാരിക്കുക. അപ്പോൾ അത് തരുമ്പോൾ എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്? പോയിട്ട് അക്കൗണ്ടിങ് വൗച്ചറിൽ പോയിട്ട് റെസീപ്റ്റ് എടുക്കുക. റെസീപ്റ്റ് എടുത്തിട്ട് കസ്റ്റമറെ കൊടുക്കുക. ഒരു 25,000 രൂപ തന്നു, അന്ന് തന്നെ തന്നു. എപ്പോൾ എമൗണ്ട് തരുമ്പോൾ ആ ബില്ലിന് എഗൻസ്റ്റ് ആയിട്ട് ഏത് ബില്ലിന് എഗൻസ്റ്റ് ആയിട്ടാണ് ക്യാഷ് കിട്ടുന്നതെന്നുള്ളപ്പോൾ അവിടെയാണ് ഈ ബില്ലിൻ്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മൾ ബിൽ 02 ഒരു ബില്ല്, ഇപ്പോൾ 2-3 ബില്ലുകൾ ഉണ്ടെങ്കിൽ അതിലേത് ബില്ലാണോ പാസ്സാവുന്ന ആ ബില്ലിൻ്റെ പെൻഡിങ് ബില്ലിൻ്റെ അവിടെ അതെല്ലാം ഡിസ്പ്ലേയും അത് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഞാനിത് ഈ ബില്ലിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഈ പേയ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഈ ബില്ല് കൊടുക്കുക. ബില്ല് കൊടുത്തിട്ട് ഈ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്തു, ക്യാഷായിട്ട് കിട്ടുന്നു, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് എടുത്തിട്ട് ലെഡ്ജർ എടുത്തിട്ട് കസ്റ്റമറിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട്. അപ്പോൾ 50,000 സെയില്, 25,000 ഇവിടെ റിസീവ് ചെയ്തു വന്നു, ബാലൻസ് ഇവിടെ 25,000 പെൻഡിങ് കാണിക്കുന്നു. ഇങ്ങനെയാണ് ഒരു സാധാരണ രീതിയിൽ ഒരു ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ് പ്രിപ്പയർ ചെയ്യുന്നത് ടാലിക്കകത്ത്. അത് ഏത് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്താലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ അക്കൗണ്ട് ബുക്സ് എടുക്കുന്ന ഇങ്ങനെയാണ്. അക്കൗണ്ട് ബുക്സിൽ പോയിട്ട് ലെഡ്ജർ എടുത്തിട്ട് ആ കൺസേൺ പാർട്ടിയെ സെലക്ട് ചെയ്താലും അവർക്ക് പാസ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ വരും. ഇവിടെ നിന്നാലും നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് മനസ്സിലാക്കും. ഇപ്പോൾ 25,000 ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുകയാണ്, ബാലൻസ് 25,000 കിട്ടാനുണ്ടെന്നുള്ളത് ആ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇതില്ലെങ്കിൽ നമുക്ക് 50,000 രൂപ ഇവിടെ ക്ലോസിങ്ങിൽ വന്നു കിടന്നേനെ. പക്ഷേ ഇതിൽ കംപ്ലീറ്റ് എല്ലാ ട്രാൻസാക്ഷൻസും വരും. പക്ഷേ ബില്ലിൻ്റെ ഒരു ഇഫക്റ്റും ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പോയി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും ഈ ഒരു രീതി. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഫംഗ്ഷനുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.